ഇതിൽ ചില സംശയങ്ങളുള്ളത്. ഇതിൽ ഈ മെഡിക്കൽ കോളേജ് പ്രിൻസിപ്പലിനാണല്ലോ പരാതി നൽകിയിരിക്കുന്നത്. ഈ പ്രിൻസിപ്പൽ എന്തെങ്കിലും പറയുന്നുണ്ടോ? ഈ പരാതിയിൽ എന്തെങ്കിലും നടപടി സ്വീകരിക്കുകയോ പോലീസിലേക്ക് റെഫർ ചെയ്യുകയോ മറ്റോ ചെയ്തിട്ടുണ്ടോ എന്നത് ഒരു കാര്യം. മറ്റൊന്ന്, ഈ CCTV-കളൊക്കെ ഉള്ള ഒരു മേഖലയാണല്ലോ, അവിടെ അതിന് പുറത്തൊക്കെ CCTV കാണാമല്ലോ. ഈ അപരിചിതൻ എന്ന് പറയുന്നയാൾ എവിടേക്ക് പോയി, അയാൾ എവിടെ പോയി മറഞ്ഞു എന്ന ഒരു വലിയ ചോദ്യമുണ്ടല്ലോ. അപ്പോൾ അയാൾ ആരാണ്, അയാളെ പറ്റിയുള്ള വിവരങ്ങൾ ഇതൊന്നും ഇതുവരെ ലഭ്യമായിട്ടില്ലേ അവിടെ മെഡിക്കൽ കോളേജിന്? ആയിരക്കണക്കിനോ 10,000-കണക്കിനോ ആളുകൾ വരുന്ന സ്ഥലമാണ്, അതൊക്കെ ശരി തന്നെ. പക്ഷെ അപ്പോഴും ഈ ഒരു പർട്ടിക്കുലർ ആളിനെ കണ്ടെത്താൻ വലിയ ബുദ്ധിമുട്ടൊന്നുമില്ലല്ലോ അവിടെ സുരക്ഷാ ഉദ്യോഗസ്ഥർക്കൊന്നും. എന്താണ് അതിൽ സംഭവിച്ചിരിക്കുന്നത്? തീർച്ചയായും വിജയകുമാർ, അതിൽ പ്രധാനമായും ഈ മെഡിക്കൽ കോളേജിന്റെ ഭാഗത്തുള്ള ഒരു വിശദീകരണം അത് ലഭിക്കേണ്ടതുണ്ട്. ഈ പരാതിയുടെ പകർപ്പടക്കം ഇപ്പോഴാണ്, അല്ലെങ്കിൽ ഇന്നലെ രാത്രി നൈറ്റ് ഡ്യൂട്ടിക്കിടയിൽ ഉണ്ടായിട്ടുള്ള സംഭവമാണ്. പക്ഷെ അത് പുറം ലോകം അറിഞ്ഞില്ല. ഇപ്പോഴാണ് ഇതുമായി ബന്ധപ്പെട്ട വിവരം വിദ്യാർത്ഥികൾ തന്നെ പങ്കുവയ്ക്കുന്നത് എന്നുള്ളതാണ്. അതിലെന്താണ് ഈ ആശുപത്രിയുടെ ഭാഗത്തുനിന്നുള്ള, മെഡിക്കൽ കോളേജിന്റെ ഭാഗത്തുനിന്നുള്ള വിശദീകരണം എന്നുള്ളതാണ് ആദ്യം അറിയേണ്ടത്. അതിൽ മെഡിക്കൽ കോളേജ് പ്രിൻസിപ്പലിന്റെ അടക്കം വിശദീകരണം തേടേണ്ടിയിരിക്കുന്നു. അതിനപ്പുറത്തേക്ക് ഇതിൽ ഇവിടുത്തെ CCTV ദൃശ്യങ്ങൾ ഉണ്ടോ, അല്ലെങ്കിൽ ഇവിടെ CCTV വർക്കിംഗ് ആണോ എന്നുള്ള കാര്യങ്ങൾ അടക്കം മനസ്സിലാക്കേണ്ടതുണ്ട്. പക്ഷേ ഇപ്പോൾ സഹോദരനുമായി സംസാരിക്കുമ്പോൾ സഹോദരൻ വ്യക്തമാക്കുന്ന ഒരു കാര്യം, ഈ വിദ്യാർത്ഥികൾ ഈ പരാതിയിൽ അപരിചിതൻ എന്ന് സൂചിപ്പിച്ചിരിക്കുന്ന വ്യക്തി അത് മറ്റൊരു വാർഡിലെ സൈക്കാട്രിക് വാർഡിലെ രോഗിയാണോ എന്നുള്ള ഒരു സംശയം ഇപ്പോൾ സഹോദരൻ പ്രകടിപ്പിച്ചിട്ടുണ്ട്. അത് ആരാണ്, അല്ലെങ്കിൽ ഇതിൽ ഏതെങ്കിലും തരത്തിൽ പോലീസിലേക്ക് ഈ പരാതി കൈമാറപ്പെട്ടിട്ടുണ്ടോ, അല്ലെങ്കിൽ ഈ മെഡിക്കൽ കോളേജിന്റെ ഭാഗത്തുനിന്ന്, പ്രിൻസിപ്പലിന്റെ ഭാഗത്തുനിന്ന് ഏതെങ്കിലും തരത്തിൽ നടപടികൾ എടുത്തിട്ടുണ്ടോ എന്നുള്ളതാണ് അറിയാനുള്ളത്. അത് ഇതുവരെ ഇല്ല എന്നുള്ളതാണ് പ്രാഥമിക ഘട്ടത്തിൽ നമുക്ക് മനസ്സിലാക്കുന്ന കാര്യം. അത് മറ്റൊരു വാർഡിലെ സൈക്കാട്രിക് വാർഡിലെ രോഗിയാണ് ഈ വിശ്രമ മുറിയിലേക്ക്, ഡയാലിസിസ് ഡിപ്പാർട്ട്മെന്റിലെ വിശ്രമ മുറിയിലേക്ക് കയറി ചെല്ലുകയും വിദ്യാർത്ഥികളെ കടന്നുപിടിക്കുകയും ചെയ്തത് എന്നുള്ളൊരു പ്രാഥമിക വിവരം കൂടി സഹോദരൻ നമ്മളോട് പങ്കുവയ്ക്കുന്നുണ്ട്. അതിലൊരു വ്യക്തതയില്ല. മറിച്ച് ഇതിൽ പ്രധാനമായും ഈ വിദ്യാർത്ഥികളുടെ പരാതി എന്ന് പറയുന്നത് ഒരു അപരിചിതൻ തങ്ങൾ വിശ്രമിക്കുമ്പോൾ വിശ്രമ മുറിയിലേക്ക് കയറി വരികയും ഈ വിശ്രമ മുറിയിൽ നിന്ന് തങ്ങളുടെ കാലിലേക്ക് കയറി പിടിക്കുന്നു ആദ്യം, പിന്നീട് തൊട്ടടുത്തുണ്ടായിരുന്ന കത്രിക ഉപയോഗിച്ച് ആക്രമിക്കുന്നു. ഈ കത്രിക ഉപയോഗിച്ച് ആക്രമിക്കാൻ ശ്രമിക്കുമ്പോൾ ഒന്നിൽ കൂടുതൽ വിദ്യാർത്ഥികൾ ഉണ്ടായിരുന്നു. ഈ വിദ്യാർത്ഥികൾ ഭയന്ന് നിലവിളിക്കുന്നു. അപ്പോഴും അവിടെ ആരും എത്തിയില്ല. പിന്നീട് കസേര കൊണ്ടും മറ്റും ആക്രമിക്കാൻ ശ്രമിച്ചപ്പോഴാണ് തൊട്ടടുത്തുള്ള ബൈസ്റ്റാൻഡർ എത്തുകയും അതുപോലെ തന്നെ മറ്റു ജീവനക്കാർ എത്തുകയും വിദ്യാർത്ഥികളെ രക്ഷിക്കുകയും ചെയ്തു എന്നുള്ളതാണ്. ആശുപത്രിയിൽ മെഡിക്കൽ കോളേജ് ഒരു കാര്യം കൂടി, ഈ അടിയന്തര സാഹചര്യത്തിൽ സെക്യൂരിറ്റി ജീവനക്കാരിൽ നിന്ന് സഹായം ലഭിച്ചില്ല എന്ന പരാതിയിൽ പറയുന്നുണ്ട്. അവിടെ സെക്യൂരിറ്റി ജീവനക്കാർ ഉള്ള സ്ഥലമായിരുന്നോ? അങ്ങനെയാണെങ്കിൽ ഈ അതിക്രമം നടക്കുന്ന സമയത്ത് അവരെവിടെ പോയിരുന്നു? അവരെ വിളിച്ചിട്ട് കിട്ടിയില്ല, അവരെത്തിയില്ല എന്ന് പറയുമ്പോൾ അവരവരുടെ ജോലി ചെയ്യേണ്ട സമയത്ത് അവിടെ ഉണ്ടായിരുന്നില്ല എന്നാണോ, അവർ സഹായിച്ചില്ല എന്നാണോ? എന്താണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്? എന്തായാലും വിജയകുമാർ, അതിൽ മനസ്സിലാക്കേണ്ട ഒരു കാര്യം എന്ന് പറയുന്നത്, എന്തായാലും സെക്യൂരിറ്റി ജീവനക്കാർ അവിടെ ഉണ്ടായിരുന്നെങ്കിൽ അവർക്ക് എത്തിപ്പെടാൻ പറ്റുന്ന ഒരു ദൂരം മാത്രമാണ് ഈ ഡയാലിസിസ് ഡിപ്പാർട്ട്മെന്റിനോട് ചേർന്നിട്ടുള്ള ഈ വിശ്രമ മുറി എന്നുള്ളതിൽ സംശയമില്ല. പക്ഷെ അവർ എന്തുകൊണ്ട് അവിടത്തേക്ക് എത്തിയിട്ടില്ല, അല്ലെങ്കിൽ ഈ ഭാഗത്തേക്ക് എന്തുകൊണ്ട് എത്തിയില്ല എന്നുള്ളത് അന്വേഷിക്കേണ്ടിയിരിക്കുന്നു. പക്ഷേ വിദ്യാർത്ഥികൾ മെഡിക്കൽ കോളേജ് പ്രിൻസിപ്പലിന് നൽകിയിട്ടുള്ള പരാതിയിൽ പറയുന്ന പ്രധാനപ്പെട്ട കാര്യം എന്ന് പറയുന്നത്, അവർ സെക്യൂരിറ്റി ജീവനക്കാരെ ബന്ധപ്പെട്ടിട്ടും അവർ എത്തിയിട്ടില്ല, അവർക്ക് വേണ്ട വിധത്തിലുള്ള ഒരു സഹായം നൽകിയില്ല എന്നുള്ള കാര്യം തന്നെയാണ്. അക്കാര്യത്തിൽ മെഡിക്കൽ കോളേജ് പ്രിൻസിപ്പലിന്റെ വിശദീകരണം വരട്ടെ. പോലീസ് എന്തെങ്കിലും നടപടി സ്വീകരിക്കുന്നുണ്ടോ, പരാതി പോലീസിന് കൈമാറുന്നുണ്ടോ എന്നൊക്കെ നമ്മൾക്ക് പരിശോധിക്കേണ്ടതുണ്ട്. മേഘന മുരളിയാണ് വിവരങ്ങൾ നൽകി. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.